അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഷീർ സലഫിയോടാണ് ചോദ്യം. ബഷീർ സലഫി, മക്ക മുശ്രിക്കീങ്ങളെ വിശ്വാസവും നമ്മുടെ സുന്നികളുടെ വിശ്വാസവും ഒക്കെ ഒന്നാണ്, അതിലേറെ ഭയാനകമാണ് സുന്നികളെ സമസ്തക്കാർ വിശ്വാസം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ മക്ക മുശ്രിക്കീങ്ങൾ അള്ളാഹുവിലുള്ള വിശ്വാസം എന്തായിരുന്നു? ആ വിശ്വാസം എങ്ങനെയാണ് നമ്മളെ സുന്നികളുടെ മേലിൽ കെട്ടിവെച്ചത്? എന്ത് കാരണം കൊണ്ടാണ്? സുന്നികൾ വിശ്വസിക്കുന്നത് എല്ലാ കഴിവും അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅൻ, എന്തൊരു കഴിവുണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അഭൗതികമാവട്ടെ ഭൗതികമാവട്ടെ, കാര്യകാരണങ്ങൾക്ക് അതീതമാവട്ടെ അധീനമാവട്ടെ, എന്തൊരു കഴിവും അള്ളാഹുവിൽ നിന്നാണെന്നാണ് സുന്നികളുടെ വിശ്വാസം. ഈ മക്ക മുശ്രിക്കീങ്ങൾ ബിംബങ്ങളെ അള്ളാഹുവിനിക്ക് ശരീക്കാക്കി അവരുടെ വിശ്വാസം എങ്ങനെയാണ് സുന്നികളുടെ മേലിൽ കെട്ടിവെച്ചത്? അതിന് ബഷീർ സലഫി മറുപടി പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തിന്റെ ചോദ്യം: സുന്നികളുടെ വിശ്വാസത്തെ, അള്ളാഹുവിലുള്ള വിശ്വാസത്തെ എങ്ങനെയാണ് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസവുമായി തുലനം ചെയ്യുക? സുന്നികൾ വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാഷയിലായിട്ട് പറഞ്ഞു, സുന്നികൾ വിശ്വസിക്കുന്നത് എല്ലാ കഴിവും കാര്യവും അള്ളാഹുവിന് മാത്രമാണ്. എല്ലാ കഴിവുകളും കാര്യങ്ങളും അള്ളാഹുള്ളതാണ്. അത് ഭൗതികമായ കാര്യത്തെ അഭൗതികമായ കാര്യങ്ങളാട്ടെ, എല്ലാ കാര്യങ്ങളുടെയും ഉടമാവകാശി അള്ളാഹു മാത്രമാണ് എന്നാണ് സമസ്തക്കാർ വിശ്വസിക്കുന്നത്. പക്ഷേ ചെയ്യുന്നതോ അള്ളാഹു അല്ലാത്തവർക്ക് പങ്കാളിത്തം ഉണ്ടാക്കുകയാണ്. ഇനി മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു ഞാൻ പഠിപ്പിച്ചില്ല. ഇത് ഞാൻ മേലിട്ടിട്ടുള്ള തന്ത്രങ്ങൾ സൂറത്ത് യൂനുസിലെ 31-ാമത്തെ ആയത്താണ്. ആ ആയത്തിന് ഇബ്നു കസീർ റഹിമഹുല്ലാ നൽകിയിട്ടുള്ള, ഷാഫി പണ്ഡിതനാണ് അദ്ദേഹം നൽകിയിട്ടുള്ള തഫ്സീറിന്റെ പൂർണ്ണ രൂപമാണ് കൊടുത്തത്. എന്താണ് ആയത്ത്? ഖുൽ, നബിയെ താങ്കൾ പറയുക, മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർദി, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് ആരാണ്? ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുക, അതിൽ നിന്നാണ് ഭൂമിയിൽ മുളച്ചുണ്ടാകുന്നത്. അപ്പൊ ആകാശത്ത് നിന്ന് താഴോട്ട് റിസ്ക് തരിക, വെള്ളം ഭൂമിയിൽ മുളപ്പിക്കുക, റിസ്ക്. അതൊക്കെ ആരാ തരുന്നത്? അമ്മ യംലിക്കു സമഅ വൽ അബ്സാറ, കാഴ്ചയെയും കേൾവിയെയും ഉടമപ്പെടുത്തിയത് ആരാണ്? നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ കഴിവ്, അതിനൊക്കെ കഴിവ് ആരാ തന്നത്? അതിന് ആരുടെ ഉടമാവകാശത്തിൽ പെട്ടതാണത്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി, ജീവൻ ഇല്ലാത്തതിൽ നിന്നും ജീവനെ ഉത്ഭവിപ്പിച്ചത് ആരാണ്? യുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി, ജീവൻ ഉള്ളതിൽ നിന്നും ജീവൻ ഇല്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നത് ആരാണ്? വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ, ആരോട്? മക്കയിലെ മുശ്രിക്കീങ്ങളോട് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹത്തോട് ചോദിച്ചാൽ അവർക്കുള്ള മറുപടി എന്താ? ഫസയഖൂലൂനല്ലാഹ, അതൊക്കെ അള്ളയാണ് ചെയ്യുന്നതെന്നാ. ഫഖുൽ, എങ്കിൽ നീ അവരോട് പറയുക, ഫലാ തത്തഖുൻ, എന്നിട്ട് എന്താ നിങ്ങൾ സൂക്ഷിക്കാത്തത്? എല്ലാം തരുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാം സംരക്ഷിക്കുന്നവൻ, എല്ലാം നൽകുന്നവൻ ഒക്കെ അള്ളയാണ് എങ്കിൽ പിന്നെ ആ അള്ളാനല്ലേ വണങ്ങേണ്ടത്? ആ അള്ളാനെ വണങ്ങുന്നതിന് പകരം നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വണങ്ങുകയും അവർക്ക് ആരാധിക്കുകയും ചെയ്യുന്നു? ആ കാര്യത്തിൽ എന്താ നിങ്ങൾക്ക് സൂക്ഷ്മതല്ലാത്തത് എന്ന് അവരോട് ചോദിച്ചു നോക്കാതെ. അപ്പൊ ഖുർആൻ കൊണ്ട് വ്യക്തമാണ്, അവർ ആകാശഭൂമികളെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും ലോകത്തെ നിയന്ത്രിക്കുന്നതും ഒക്കെ അള്ളയാണ്. അള്ള അല്ലാത്ത ഒരാൾക്ക് ഒരു കഴിവും യോഗ്യതയും ഇല്ല, എല്ലാം അള്ളാഹ് ഉള്ളതാണെന്ന് ഓരും വിശ്വസിച്ചിട്ടുണ്ട്, മക്കയിലെ മുശ്രിക്കും വിശ്വസിച്ചിട്ടുണ്ട്. മനസ്സിലല്ലേ? ഇനി അതിന്റെ തഫ്സീർ വായിച്ചിട്ടാ. യഹ്തജു തആല അലൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങൾക്കെതിരെ അള്ളാഹു തആല തെളിവ് പിടിക്കുകയാണ്. എന്താണ് തെളിവ് പിടിക്കുന്നത്? ബിഇഅ്തിറാഫിഹിം ബിവഹ്ദാനിയത്തിഹി വറുബൂബിയത്തിഹി, കണ്ടാ, അള്ളാഹുവിന്റെ വഹദാനിയത്ത്, ഏകത്വത്തെ അവർ അംഗീകരിച്ചത് കൊണ്ട്, വറുബൂബിയത്തിഹി, അള്ളാഹു മാത്രമാകുന്നു റബ്ബ് എന്ന കാര്യത്തെയും അവർ അംഗീകരിച്ചത് കൊണ്ട്, അലാ വഹദാനിയത്തിൽ ഇലാഹി, അത് അള്ളാഹു അവന്റെ റുബൂബിയത്തിൽ ഏകനാകുന്നു എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ സമ്മതിച്ചല്ലോ. അത് വെച്ചുകൊണ്ട് അള്ളാഹു തആല പിടിക്കാണ് അലാ വഹദാനിയത്തിൽ ഇലാഹി, ഇലാഹും അവൻ തന്നെയാണ്, റബ്ബ് അവൻ മാത്രമാണ് എങ്കിൽ, റബ്ബാകാന്ന് പറഞ്ഞാൽ എന്താ? റിസ്ക് തരിക, അതുപോലെ പിന്നെ കാഴ്ച തരിക, കേൾവി തരിക, പിന്നെ ജീവനില്ലാത്തതിൽ നിന്ന് ജീവനെ കൊണ്ടുവരിക, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ കൊണ്ടുവരിക, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാന്നൊക്കെ പറഞ്ഞത് അള്ളാഹുവിന്റെ റുബൂബിയത്താണ്. ആ റുബൂബിയത്ത് ആർക്കുള്ളതാണ്? അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് അവർ അംഗീകരിച്ചു, സമ്മതിച്ചു. ആ സമ്മതത്തെ പിടിച്ചുകൊണ്ട് അള്ളാഹു തആല അവർക്ക് തെളിവ് പറയാണ്. എന്തിനെ? അലാ വഹദാനിയത്തിൽ ഇലാഹി, അങ്ങനെയാണെങ്കിൽ ഇലാഹു അവൻ തന്നെയാകണല്ലോ, ആരാധിക്കപ്പെടേണ്ടവനും അവൻ തന്നെയാകണല്ലോ. അപ്പൊ ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? മഅ്ബൂദ് എന്നാ. ആരാധന ആർക്കാണോ നൽകപ്പെടുന്നത് അവനാണ് ഇലാഹ്. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ പലതിനെയും ആരാധിച്ചിട്ടുണ്ട്, പലതിനെയും ഇബാദത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. എന്താ ആരാധിക്കാനുള്ള കാരണം? എന്താ അവർ ഇലാഹാക്കാൻ കാരണം? ഇല്ലാലിയെ യുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹിന്റെ അടുക്കലേക്ക് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ വാഹുലായി ശഫാഉന ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് ശുപാർശക്കാരാകാൻ വേണ്ടി. ഇതേ ഓർക്ക് വിശ്വാസമുള്ളൂ. അല്ലാണ്ട് ഓല് ലോകം പഠിച്ചെന്നോ പരിപാലിക്കുന്നോ സംരക്ഷിക്കുന്നോ ഒന്നും ഓർക്ക് വിശ്വാസമല്ല. മാത്രമല്ല, ലോകത്തെ പടക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ്. അവന്റെ വഹദാനിയത്താണ്. അവന്റെ വഹദാനിയത്ത്, ഏകത്വത്തെ അവർ അംഗീകരിച്ചു. അള്ളാഹിന്റെ റുബൂബിയത്തും അവർ അംഗീകരിച്ചു. അങ്ങനെയൊക്കെ അംഗീകരിച്ചാൽ പിന്നെ അവൻ മാത്രമാണ് ഇലാഹ് എന്ന് അംഗീകരിക്കുന്നിടത്ത് എന്താ നിങ്ങൾക്ക് തെറ്റുപറ്റിയത് എന്നാണ് അഫലാ തത്തഖൂൻ എന്ന് ചോദിക്കാൻ കാരണം. എന്നിട്ട് വിശദീകരിക്കുക. ഖുൽ മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർദി, ആകാശഭൂമികൾ നിങ്ങൾക്ക് ആരാണ് റിസ്ക് തരുന്നതെന്ന് ചോദിച്ചാൽ, ഐ മൻ ദല്ലദീ യൻസിലു മിനസ് സമാഇ മാ അൽ മത്രി, ആകാശത്ത് മഴ വർഷിപ്പിക്കുന്നത് ആരാണ്? ഫയസ്ഖുൽ അർള ശഖ്ഖൻ ബിഖുദ്റതിഹി വമശിയതിഹി, അവന്റെ ഉദ്ദേശവും അവന്റെ കഴിവും കൊണ്ട് ഭൂമിയെ പിളർത്തി അതിൽ നിന്നും മുളപ്പിച്ചത് അവൻ ആരാണ്?
ഹബ്ബ എന്തിനെ മുളപ്പിച്ച? ഹബ്ബൻ വ ഇനബൻ വ ഖലബൻ വ സൈതൂനൻ വ നഖലൻ വ ഹദായിഖ ഖുൽബൻ വ ഫാകിയതൻ വ അബ്ബ. പഴവർഗ്ഗങ്ങൾ, ഇനബ്, മുന്തിരി, ധാന്യങ്ങൾ, അതുപോലെ തന്നെ ജൈത്തൂന്, ഈത്തപ്പഴം, പന, ഇങ്ങനെ തുടങ്ങിയ സകല സാധനങ്ങളെയും മുളപ്പിച്ചവൻ ആരാണെന്ന് ചോദിച്ചാൽ, എന്ന് വെച്ചാൽ ആ ഇലാഹുൻ മഅ അല്ലാഹ്, ഇതൊക്കെ ചെയ്യുന്നവനായ ഒരു ഇലാഹ് വേറെ ഉണ്ടോന്ന് അവരോട് ചോദിച്ചാൽ, മനസ്സിലായില്ലേ? ആ ഇലാഹുൻ മഅ അല്ലാഹ്, അള്ളാഹിന്റെ കൂടെ വേറെ ഏതെങ്കിലും ഇലാഹുണ്ടോ ഇതൊക്കെ ചെയ്യാൻ എന്ന് ചോദിച്ചാൽ ഫസയഖൂലൂന, അവർ പറയും, എന്താ പറയാ, ഇതൊക്കെ ചെയ്ത ആരാന്ന് ചോദിച്ചാൽ ഫസയഖൂലൂന അല്ലാഹ്, അള്ളാഹ് തന്നെയാണ്. ആ അള്ളാഹിന്റെ കൂടെ വേറെ ആ ഒരു പണി ചെയ്യുന്ന കാര്യത്തിൽ വേറൊരു ആരാധ്യനും ഇല്ല. പിന്നെ ചോദിക്കുന്നു, അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും, അതിൽ വേറെ ആയത്ത് കൊണ്ട് തഫ്സീർ പറയാ, അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും മിൻ അംസക റിസ്ഖുക്കും, ആരാ നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്? ആ റിസ്ക് അവൻ പിടിച്ചു വെച്ച പിന്നെ ആരാ നിങ്ങൾക്ക് റിസ്ക് തരാനുള്ളത് എന്ന് ചോദിച്ചാലോ സൂറത്തുൽ മുൽക്കില്. വകദാലിക അമ്മൻ യംലികു സമഅ വൽ അബ്സാറ. പിന്നെ ഖുർആൻ ചോദിക്കുന്ന, കേൾവിയെയും കാഴ്ചയും ഉടമപ്പെടുത്തുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ, ഐ അല്ലദീ വഹബക്കും ഹാദിഹിൽ ഖുവ്വത, ഈ ശക്തി നിങ്ങൾക്ക് തന്നു, കാണാനും കേൾക്കാനുള്ള ശക്തി നിങ്ങൾക്ക് തന്നു. അസാമിയത, കേൾക്കാനുള്ള, വൽ ഖുദ്റത്തൽ ബാസിറത, കാണാനുള്ള കാഴ്ച, ശക്തി, കേൾവിയൊക്കെ നിങ്ങൾക്ക് തന്നു. അള്ളാഹ് വിചാരിച്ചിരുന്നെങ്കിൽ അത് എടുത്തു കളയാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. ഒരാൾക്ക് കാഴ്ച ഉള്ളവനെ കാഴ്ച ഇല്ലാത്താക്കാനും കേൾവിയുള്ളവനെ കേൾവി ഇല്ലാത്താക്കാനും ഒക്കെ അള്ളാഹ്ക്ക് കഴിയില്ലേ? ഒക്കെ അതിന്റെ ഉടമാവകാശി ആരാണ്? അള്ളയാണ്. എന്ന് സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞതുപോലെ, ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അള്ളാഹു നിങ്ങളെ കാഴ്ചയെടുത്തു, അല്ല കേൾവിയെ എടുത്തു, വാപസാറക്ക് നിങ്ങളെ കാഴ്ചയെടുത്ത് കളഞ്ഞു, എന്നിട്ട് വഹതമാല കുലൂബിക്കും, പിന്നെ ഹൃദയങ്ങൾക്ക് മൂടി ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബി, അള്ളാഹ് അല്ലാതെ വേറൊരു ഇലാഹ് നിങ്ങൾക്ക് എടുത്ത് കൊണ്ടുതരാൻ പറ്റുമോ? അള്ളാഹ് എടുത്തു കഴിഞ്ഞ കാഴ്ചയെ നിങ്ങൾക്ക് തരാൻ വേറെ ആർക്കും കഴിയോ എന്ന് അള്ളാഹ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് അള്ളയാണെന്ന്. അടുത്ത ചോദ്യം, വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി, ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്നും ജീവനുള്ളതിനെയും കൊണ്ടുവരുന്നത് ആരാണ്? ബി ഖുദ്റതിഹിൽ അലീമ, മഹത്തായ കഴിവ് കൊണ്ട്, വബിന്നതിഹിൽ അൽ അമീമ, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതായ അവന്റെ അനുഗ്രഹം കൊണ്ട് ഇതൊക്കെ ചെയ്യുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് എന്താ ഉത്തരം? അള്ളയാണ്. ഇതിലൊന്നും ലാത്തേ ഉസ്സേ മനാത്തയാണെന്ന് ഉത്തരം അവർക്കില്ല. അടുത്ത ചോദ്യം, യുദബിറുൽ അംറ, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണെന്ന് ഇന്ന് സമസ്തക്കാരോട് ചോദിച്ചാൽ പോലെ എന്താ പറയാ? ഈ 10-20 കൊല്ലം മുമ്പ് മരിച്ചു പോയിട്ടുള്ള, പിന്നെ മടവൂരിൽ മറമാടപ്പെട്ട് കിടക്കുന്ന അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മാനസിക രോഗിയായ ഒരാളാണ് ഇപ്പോൾ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അവർ പറയും. മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചാൽ യുദബിറുൽ അംറ എന്ന് വെച്ചാൽ മൻ ബിയദിഹി മലക്കൂത്ത് കുല്ലി ശൈഇൻ, എല്ലാറ്റിന്റെയും എല്ലാ മലക്കൂത്തിന്റെയും അധികാരം ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ വഹുവ യുജീറു വലാ യുജാറു അലൈഹി, അവനാണ് എല്ലാറ്റിനും അഭയം നൽകുന്നവൻ, അവനെതിരെ ഒരാൾക്കും ഒരു അഭയവും നൽകാൻ കഴിയില്ല. അങ്ങനെയുള്ള പരമാധികാരി ആരാണെന്ന് അവരോട് ചോദിച്ചാൽ പിന്നെയോ അഹ്വൽ മുത്തസർരിഫുൽ ഹാക്കിം, അവൻ വിധികർത്താവാണ്, അവൻ തന്നിഷ്ടപ്രകാരം വിധി നിശ്ചയിക്കുന്നവനാണ്. അല്ലദീ ലാ മുഅഖിബ ലിഹുക്മിഹി, അവൻ ഒരു വിധി നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കാൻ ഒരാൾക്കും കഴിയില്ല. അത്രയും വലിയ പരമാധികാരമുള്ളവൻ ആരാണ്? വലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ, അവൻ എന്ത് ചെയ്താലും അത് ചോദ്യം ചെയ്യാൻ പിന്നെ വേറെ ആർക്കും കഴിയില്ല. അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത അധികാരമുള്ളവൻ ആരാണെന്ന് ചോദിച്ചാൽ അവർക്കുള്ള മറുപടി എന്താണ്? അള്ളയാണെന്നാ. മനസ്സിലേ? അള്ളയാണെന്ന്. ഇത്രയും വലിയ പരമോന്നതമായ പദവിയുള്ളവൻ അള്ളാഹു മാത്രമാണ്. പിന്നെയോ ഫൽ മുൽക്കു കുല്ലുഹു അൽ ഉലുവിയ്യു വസുഫ്ലിയു, ആകാശലോകത്ത് മേലെയുള്ള അധികാരവും സുഫ്ലി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലൊക്കെയുള്ള അധികാരവും അതൊക്കെ ആർക്കുള്ളതാണ്? അതൊക്കെ അള്ളാഹുള്ളതാണ്. ഫമാ ഫീഹിമാ മിൻ മലായികത്തിൻ വ ഇൻസിൻ വ ജാന്നിൻ, അതിലുള്ള മലക്കുകളെയും മനുഷ്യന്മാരെയും ജിന്നുകളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളയാണ്. അവരൊക്കെ ഫഖീറൂന ഇലൈഹി, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അബീദുൻ ലഹു, അവരൊക്കെ അള്ളാന്റെ അടിമകളാണ്. ഖാലിയൂന ലദൈഹി, അവന്റെ മുമ്പിൽ കീഴ്വണക്കമുള്ളവരാണ്. അങ്ങനെയുള്ള അധികാരമൊക്കെ ആർക്കുള്ളതെന്ന് ചോദിച്ചാൽ ഫസയഖൂലൂന അല്ലാഹ്, അള്ളാഹുള്ളതാണ്. ആരാ മറുപടി? മക്കയിലെ മുശ്രിക്കുകളുടെ മറുപടി. ഐ ഹും യഅലമൂന, അതായത് അവർക്ക് അറിയാം, യഅലമൂന ദാലിക വയഅതരിഫൂന ബിഹി, അതൊക്കെ അവർ അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്നവരാണ്. അത് മക്കയിലെ മുശ്രിക്കുകളൊക്കെ അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്നവരാണ് എന്നാരാ പറയുന്നത്? ഇബ്നു കസീർ. ഫഖുൽ, എങ്കിൽ താങ്കൾ പറയുക നബിയെ, അഫലാ തത്തഖൂൻ, എന്നിട്ട് എന്തെങ്കിലും സൂക്ഷിക്കാത്തെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താ? അഫലാ തഖാഫൂന മിൻഹു, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഭയം ഉണ്ടാകുന്നില്ല അവന്റെ കാര്യത്തിൽ? അൻ തഅബുദു മഅഹു ഗൈറഹു, ഇതൊക്കെ ചെയ്യുന്നവൻ അല്ലാഹുവായിട്ടും അവനോട് കൂടെ നിങ്ങൾ വേറെ പലരോട് ആരാധിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾ എന്താ വിട്ടു നിൽക്കാത്തത്? അതിലെന്താ നിങ്ങൾക്ക് പേടി തോന്നാത്തത്? ആറായിക്കുമ്പോ ജഹലിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ കാരണം എന്താ? നിങ്ങളെ സ്വന്തം അഭിപ്രായ പ്രകാരം നിങ്ങളെ വിവരക്കേട് മുഖേനയാണ് അള്ളാഹുവിന് പുറമെ പലതും ആരാധിക്കപ്പെടാനുണ്ട്, മധ്യവർത്തികളായി തീരുന്നവരുണ്ട്, ശഫാഅത്ത് ചെയ്യുന്നവരുണ്ട് എന്നൊക്കെ അവര് വിശ്വസിച്ച്, നിങ്ങളെ ജഹലാണ്, അതൊന്നും അള്ളാഹ് പഠിപ്പിച്ചതല്ല. അപ്പൊ ഇത്രയും കൃത്യമായി മക്കയിലെ മുശ്രിക്കീങ്ങളെ കുറിച്ച് വ്യക്തമായി ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് ഇന്നും ശിർക്ക് ചെയ്യുന്നവരായ ആളുകൾ ചെയ്യുന്നത്. അപ്പോ എന്റെ സംക്ഷിപ്തമായ ആശയം എന്താണ്? ലോകത്തെ പടക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ്. അവൻ മാത്രമാകുന്നു റബ്ബ്. റുബൂബിയത്തിന്റെ വഹദാനിയത്ത് മക്കയിലെ മുശ്രിക്കീങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ ചില മധ്യവർത്തികൾ അവർ വെച്ചു, എന്നിട്ട് അവരോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചതിന് സാധനങ്ങൾക്ക് പേര് പറയുന്നത് എന്താണ്? ഇലാഹ്, അല്ലെങ്കിൽ ഔലിയാ, അതും അല്ലെങ്കിൽ ശുഫാ, ശുപാർശകന്മാര്, സംരക്ഷകന്മാര്, ആരാധ്യന്മാര് എന്നൊക്കെ പേരിൽ അവർ ചെയ്തിട്ടുള്ള എന്താണ് ചെയ്തത്? അവർ നമ്മൾ അള്ളാഹിന്റെ അടുക്കലേക്ക് അടുപ്പിക്കും എന്ന വിചാരത്തിൽ അവരോട് കാര്യങ്ങളൊക്കെ
പറഞ്ഞു. അവർക്ക് നേർച്ച കൊടുത്തു, വഴിപാടുകൾ അർപ്പിച്ചു. ഇങ്ങനെയാണ് അവർ മുശ്രിക്കീങ്ങളായത്. ഇതേ പണി ഇപ്പം നമ്മൾ ചെയ്താലും നമ്മൾ മുശ്രിക്കാവൂലേ? നമ്മൾ ചെയ്താൽ ആകൂല എന്ന് പറയാൻ അവർ പറഞ്ഞാൽ ആകും എന്ന് പറയുന്നത് എന്താണ് ഈ ന്യായമുള്ളത്? ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവില്ല. ഇപ്പത് ഇതേ പണി തന്നെ നമ്മളും ചെയ്യാൻ, എന്നിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മൾ ഖുർആന്റെ ആൾക്കാരാണ്, നമ്മൾ അള്ളാഹുവിന് പുറമെ വേറെ ഒരു കഴിവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അവരങ്ങനെ വിശ്വസിച്ചു എന്നപ്പോ പറയണേ, അവരും വിശ്വസിച്ചിട്ടില്ല. ലോകത്ത് പ്രവാചകന്മാർ വന്ന ഒരു സമുദായത്തിലും ഒരു തലമുറയിലും അള്ളാഹുവിന് പുറമെ കൈകാര്യകർത്തൃത്വമുള്ള അധികാരമുള്ളവരായ ആളുകൾ വേറെ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്കാണ്. പക്ഷേ ശിർക്ക് പ്രവാചക സമൂഹങ്ങളിൽ വന്നിട്ടുള്ള ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും ഇബാദത്ത് ചെയ്യുക, അള്ളാഹു അല്ലാത്തവരെയും ഇബാദത്ത് ചെയ്യുക. മക്കയിലെ മുശ്രിക്കുകൾ ലാത്തയും ഉസ്സയും മനാത്തയും ആരാധിച്ചു, ഇബാദത്ത് എടുത്തു, പ്രാർത്ഥിച്ചു. അതേപോലെ അള്ളാഹുവിനെ അവർ നോമ്പ് വെച്ചു, അള്ളാഹുവിന് വേണ്ടി അവർ ഹജ്ജ് ചെയ്തു, അള്ളാഹുവിനോട് അവർ മാത്രമായി ചിലപ്പോഴേ അവർ പ്രാർത്ഥിച്ചു. അതൊക്കെ അവരും ചെയ്തിട്ടുണ്ട്. ഇതും നമ്മുടെ കേരളത്തിലെ സമസ്തക്കാരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ വ്യത്യാസമാണ് ഈ കൂട്ടത്തിലുള്ള മൂല്യമാരെങ്കിലും വിവരമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വ്യക്തമാക്കേണ്ടത്. കുറെ 100,000 ചോദ്യം ചോദിച്ചിട്ട് ബുദ്ധിമുട്ടാക്കണ്ടെങ്കിൽ നിങ്ങൾ ഇതിനുള്ള വ്യക്തതകൾ ഉണ്ടാക്കി തന്നാൽ മതി കേട്ടാ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പം എന്റെ ചോദ്യത്തിന് ആസ്പദമായി മൗലവി മറുപടി പറഞ്ഞപ്പോൾ സുന്നികളുടെ വിശ്വാസവും മക്ക മുശ്രിക്കുകളുടെ പ്രവൃത്തിയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. മക്ക മുശ്രിക്കുകളുടെ അവരുടെ വിശ്വാസം അവരെന്താണ് പ്രവർത്തിച്ചതെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ല മൗലവി. വത്തഖദൂ മിൻ ദൂനിഹി ആലിഹത്തന്നാണ്, ഇലാഹുകളെയാണ് അവരാക്കിയിരുന്നത് മക്ക മുശ്രിക്കുകൾ. അപ്പോൾ സുന്നികളെ ആരാണ് ഇലാഹാക്കുന്നത്? അപ്പോൾ അവർ ഇലാഹാക്കുക എന്നതാണ് ബിംബങ്ങളെ മുശ്രിക്കുകൾ. ആ ബിംബങ്ങൾ തന്നെ ഉപകാരവും ഉപദ്രവം ചെയ്യും എന്നായിരുന്നു അവരുടെ വിശ്വാസം. ഈ വിശ്വാസം എങ്ങനെയാണ് സുന്നികളുടെ പേര് നിങ്ങൾ ആരോപിക്കുന്നത്? അതിന് ബഷീർ സലഫി നമ്മൾ വ്യക്തമാക്കണം. ഖുർആൻ തന്നെ പറഞ്ഞതാണ് വത്തഖദൂ മിൻ ദൂനിഹി ആലിഹത്തൻ, ഇലാഹുകളെ. ആ ഇലാഹുകൾ എന്താണ്? അവർക്ക് ഉപകാരം ചെയ്യും, ഉപദ്രവം ചെയ്യും അല്ലാഹുവിനെ കൂടാതെ. ഈ ഒരു വിശ്വാസം തന്നെ മക്ക മുശ്രിക്കർക്ക് ഉണ്ടായിരുന്നു. ഈ വിശ്വാസവും സുന്നികളുടെ വിശ്വാസം തമ്മിൽ ഒരേ തട്ടിൽ വെച്ചുകൊണ്ട് മൗലവി എന്തുകൊണ്ട് അത് സമർത്ഥിക്കുന്നത്? അതിന് വ്യക്തമായ മറുപടി പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സാധു മനുഷ്യനാണ്, വളരെ നിഷ്കളങ്കനാണ്, കാര്യങ്ങളൊന്നും അറിയില്ല, തിരുവാടില്ല. അങ്ങനെ വിവരമില്ലായ്മയിൽ നിന്ന്, അതായത് കാര്യങ്ങളെക്കുറിച്ച് ബോധമില്ലാത്തതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ചോദ്യങ്ങളാണ് കുറെ മൂല്യമാർ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അപ്പൊ നേരത്തെ വിഷയം അവതരിപ്പിച്ച സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ നമ്മൾ അങ്ങേയറ്റം വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും ചോദ്യങ്ങളായി വരുന്നത്. ഇപ്പൊ അദ്ദേഹം പറയുന്നത് വെച്ചാല് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസവും കേരളത്തിലെ സമസ്തക്കാരന്റെ വിശ്വാസവും തുല്യമാക്കിയെന്നാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതായത് ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് എവിടെന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൽ നിന്നാണ്. റസൂൽ ദഅവത്ത് ചെയ്തിരുന്ന സമൂഹത്തിന്റെ വിശ്വാസം എന്തായിരുന്നു എന്നല്ല. അപ്പൊ ശിർക്കും തൗഹീദും മനസ്സിലാക്കാൻ വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നപ്പോ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ ആ നാട്ടിലുള്ള ജനങ്ങൾ എന്തായിരുന്നു വിശ്വസിച്ചിരുന്നത്? അവർ അള്ളാഹുവിനെ തള്ളി പറഞ്ഞവരായിരുന്നോ? അല്ല, അള്ളാഹുവാണ് ഖാലിഖ്, റാസിഖ്, മുദബ്ബിർ എന്നൊക്കെ അങ്ങേയറ്റം ശക്തമായി വിശ്വസിക്കുകയും അക്കാര്യത്തിൽ അവർക്ക് തൗഹീദുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ അവർ ആ വിഷയത്തിൽ അംഗീകരിച്ചിരുന്നു എന്നാണ് ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ ഇബ്നു കസീറിന്റെ തഫ്സീറും ധരിച്ചത്. വഹദാനിയത്തിനെ അംഗീകരിച്ചിരുന്നു. അപ്പൊ അവർ അള്ളാഹിന്റെ വഹദാനിയത്തെ അംഗീകരിച്ചു. അപ്പൊ പിന്നെ എന്താ, എവിടെയാണ് അവർ ശിർക്ക് സംഭവിച്ചത്? ശിർക്ക് സംഭവിച്ചത് ആ ഏകനായ അള്ളാഹുവിങ്കിലേക്ക് അടുക്കുന്നതിന് വേണ്ടി മധ്യവർത്തികൾ വേണം. ആ മധ്യവർത്തികൾ വഴിയാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ കാര്യങ്ങളൊക്കെ മധ്യവർത്തികളോട് പറഞ്ഞാൽ മതി. ആ മധ്യവർത്തികളെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞത് ആലിഹത്ത് എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ വത്തഖദൂ മിൻ ദൂനിഹി ആലിഹത്തൻ, അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ ഉണ്ടാക്കിയവർ എന്ന് പറഞ്ഞല്ലോ. ശരിയാണ്. അവർ ആ മധ്യവർത്തികളാക്കി വെച്ച ആ മധ്യവർത്തികൾക്ക് അവർ ആരാധന ചെയ്തു, ഇബാദത്ത് എടുക്കും. എങ്ങനെ ഇബാദത്ത്? അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിച്ചു, അവർക്ക് വേണ്ടി അറവ് നടത്തി, അവരുടെ സന്നിധിയിൽ പോയി സങ്കടങ്ങൾ പറഞ്ഞു, അവരോട് പ്രാർത്ഥിച്ചു. അതൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ള ആരാധന. മനസ്സിലെ? അങ്ങനെ ആർക്കാണോ ആരാധന ചെയ്തത് ആ ആരാധന ചെയ്യപ്പെട്ടവരായ ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു പ്രയോഗം എന്താണ്? ആലിഹത്ത്. ഇനി ആ ആലിഹത്ത് എന്ന് മാത്രമല്ല ഖുർആൻ പറഞ്ഞു, പിന്നെ എന്തും കൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരാധിക്കപ്പെട്ടവർക്ക് ഔലിയാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് സൂറത്ത് സുമറിൽ പറയുന്നത്, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ മറ്റ് ഔലിയാക്കന്മാരെ സ്വീകരിച്ചവർ. എന്താ ഔലിയാ എന്ന് പറഞ്ഞാൽ? നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയുന്നവരായ ആളുകൾ, വലിയ ഔലിയാ. എന്നിട്ട് എന്താ അവർ പറഞ്ഞത്? മാ നഅ്ബുദുഹും, ആ ഔലിയാക്കന്മാരെ നമ്മൾ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹിന്റെ അടുക്കലേക്ക് നമുക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. അപ്പൊ അള്ളാഹുവിന്റെ സാമീപ്യം നേടാനുള്ള മധ്യവർത്തികളായിക്കൊണ്ടാണ് അവർ ഈ പറയുന്ന ഈ ഔലിയാക്കന്മാരെ സംരക്ഷകന്മാരെ നിശ്ചയിച്ചത്. ആ സംരക്ഷകന്മാർക്ക് തന്നെയാണ് ആലിഹത്ത് എന്ന് പറയാ. അതേപോലെ തന്നെ ആലിഹത്ത് ആരാധ്യന്മാര് എന്നോ അതുപോലെ തന്നെ ഔലിയാ സംരക്ഷകന്മാര് എന്നോ ഒക്കെ പറയുന്നത് പോലെ തന്നെ ശുഫാ എന്നൊരു പേരും അങ്ങനെയുള്ള ആരാധിക്കപ്പെടുന്നവർക്ക് കൊടുത്തിട്ടുണ്ട്. അമിത്തഖദൂ മിൻ ദൂനിഹി മിൻ ദൂനില്ലാഹി ശുഫാ. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിനോട് കൽപ്പിക്കുകയാണ്, അവരോട് ചോദിച്ചു നോക്കാൻ. അമിത്തഖദൂ, അവരെടുക്കുകയാണോ, മക്കയിലെ മുശ്രിക്കീങ്ങൾ സ്വീകരിക്കുകയാണോ, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ, ശുഫാ,
ഷഫായത്ത് ചെയ്യുന്നവരെ, ശുപാർശ ചെയ്യുന്നവരെ, അള്ളാഹിന്റെ അടുക്കലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നവരായ ആളുകളെ അവരുണ്ടാക്കി വെക്കുകയാണോ എന്നാ. അപ്പൊ എത്ര പേരായി? സുഫാ എന്ന് പറഞ്ഞു, ഔലിയാ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ആലിഹത്ത് എന്ന് പറഞ്ഞു. ഇതൊക്കെ സാധനം ഒന്നാണ്. ആരാധിക്കപ്പെടുന്നവർ, നമ്മൾ സംരക്ഷണം തേടി ചെല്ലുന്നവർ, നമുക്ക് ശഫായത്ത് തരുമെന്ന് വിശ്വസിക്കുന്നവർ, അങ്ങനെയുള്ളവരോടാണ് അവർ ചെന്ന് ഈ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ ആരാധ്യന്മാരായത്. അല്ലാതെ അള്ളാഹുവിന് സമമായി ആരാധിക്കപ്പെടാൻ യോഗ്യന്മാരായ ആളുകളാണ് ഈ പറഞ്ഞു വരുന്നൊന്നും മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് വിശ്വാസമല്ല. ഇന്ന് കേരളത്തിലെ സമസ്തക്കാരന്റെ വിശ്വാസം എന്താ? അവർ ശുഫായക്കന്മാരെ വെച്ചിട്ടില്ലേ, മധ്യവർത്തികളെ വെക്കുന്നില്ലേ, അവർക്ക് ശഫായത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലേ, അവരോട് തേടുന്നില്ലേ, അവർക്ക് നമ്മളെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ലേ, അവർക്ക് ഈ ലോകം തന്നെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നില്ലേ? ഇതൊക്കെ വിശ്വാസമല്ലേ? സമസ്തക്കാരന്റെ വിശ്വാസമല്ലേ? ഈ വിശ്വാസവും ഈ മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് നിങ്ങളല്ലേ പറയേണ്ടത്? ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ്. പിന്നെ സ്വയം ഉപകാരം ചെയ്യും എന്ന് അവർ വിശ്വസിച്ചു, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അങ്ങനെ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിക്കുന്നുള്ള തെളിവ് പറയും. ഞാൻ മറിച്ചാ തെളിവ് കേട്ടിട്ടുള്ളത്. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആരാധ്യന്മാർക്ക് സ്വയം പര്യാപ്തമായ കഴിവുണ്ടെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. അത് ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ട് മനസ്സിലേ, അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അല്ലാഹു സമദ്. അസമദ് എന്ന് പറയുന്ന വാക്കിന് ഇമാം റാസി കൊടുത്തുള്ള വിശദീകരണത്തിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ മാത്രമേ സമതായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ. അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾ ആരാധിച്ച ഒന്നിനും അവർ സമദിയത്ത് കൊടുത്തിട്ടില്ല. ആ സയ്യിദുൽ മസ്മൂദ് എന്ന് പറയുന്ന അള്ളാഹ് മാത്രമേ ഉള്ളൂ. മനസ്സിലേ, അള്ളാഹ് മാത്രമേ ആ സമദ് എന്ന് പേര് പറയാൻ പറ്റുമോ? അള്ളാഹിന്റെ താഴെ അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴിയായിട്ട് ആരാധ്യന്മാരെ അവർ സ്വീകരിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ തെൽബിയത്തിലും അവർ പറഞ്ഞിട്ടുണ്ട്, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അള്ളാഹുവേ നിന്റെ വിളി കേട്ടത് ഞങ്ങൾ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരുമില്ല, ഒരു പങ്കുകാരനുമില്ല. അള്ളാഹ് പങ്കില്ല എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നത്. പിന്നെ അവർ പറയുന്നു ഇല്ലാ ശരീക്കൻ, ഒരു തരം പങ്കുകാരുണ്ട്. ആ പങ്കുകാരാണ്? അള്ളാഹ്ക്ക് തുല്യമായ പങ്കുകാരനാണോ? അല്ല. ഹുവ ലക്, ആ പങ്കുകാരനും നിനക്കുള്ളതാണ്. വമാ മലക, ആ പങ്കുകാർ ഉടമപ്പെടുത്തിയതും നിന്റേതാണ്. അവരൊന്നും ഉടമപ്പെടുത്തില്ല. അപ്പൊ അവർക്കാർക്കും സ്വന്തമായ ഒരു കഴിവും ഇല്ല, അവർക്ക് നീ കൊടുക്കാത്തൊരു കഴിവും ഇല്ല. ഒക്കെ നിന്റെ കീഴിൽ നിന്റെ ഉടമാവകാശത്തിലുള്ളവരായ ആളുകളാണ്. പിന്നെന്തിനാ അവരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നിന്റെ അടുക്കൽ ബഹുമാനപ്പെട്ടവരാണ് പോലും. അതുകൊണ്ട് ഓരോട് നമ്മൾ കാര്യം പറഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ നേടാൻ എളുപ്പം അതാണ്. നിന്റെ മാർഗത്തിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയാണത്. അതുകൊണ്ട് ഞങ്ങൾ ശുഫാക്കന്മാരാക്കിയത്, അവർ ഔലിയാക്കന്മാരാക്കി സങ്കല്പിക്കുന്നത് എന്നേ ഓല് പറഞ്ഞിട്ടുള്ളൂ. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ശിർക്ക് കുഫർ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ നമ്മൾ ഔലിയാക്കന്മാരെ സംബന്ധിച്ച്, ഔലിയാക്കന്മാരാണെന്ന് വിചാരിക്കുന്നവരെ കുറിച്ച് അവർ നമ്മളെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന വിശ്വസിച്ചാൽ അവന്റെ വിധി എന്താ? അവൻ നമുക്ക് ശഫാഅത്ത് തരുന്ന നമ്മൾ വിശ്വസിച്ചാൽ നമ്മളെ വിധി എന്താ? മക്കയിലെ മുശ്രിക്കീങ്ങൾ കാഫറാണ്, ശിർക്കാണ്, കുഫറാണ് ഖുർആൻ പറഞ്ഞു. അതേ വിശ്വാസം നമ്മൾ വെച്ച് പുലർത്തിയാൽ നമ്മളത് ശിർക്കും ആവില്ല, കുഫറും ആവില്ല. പിന്നെ എന്താണ് ആവുക? എന്താണത് ആവുക? അതിനുള്ള ഉത്തരം കിട്ടണ്ടേ? ഒരു മൂല്യന്മാരും ഇതുവരെ നമുക്കത് പറഞ്ഞു തന്നിട്ട് കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ കയ്യിൽ വല്ല തെളിവുണ്ടെങ്കിൽ തന്നാളിയല്ല. അപ്പൊ ഞാൻ എന്താ പറയാ? നമ്മുടെ ബഷീർ സലഫിക്ക് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. മക്കാ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നത് ആ ബിംബങ്ങൾ, ആ ആരാധിക്കുന്ന വസ്തുക്കൾ, നിർജീവികൾ എല്ലാം ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നവരായിരുന്നു എന്നായിരുന്നു അവരുടെ വിശ്വാസം. ആ വിശ്വാസം ആണ് സുന്നികളുടെ മേലിൽ കെട്ടിവെച്ചുകൊണ്ട് ഇയാൾ ആരോപിക്കുന്നത്. മക്കാ മുശ്രിക്കീങ്ങൾ ബിംബങ്ങൾ ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നു എന്ന് വിശ്വസിച്ചിരുന്നു എന്ന് ഖുർആനിൽ തഫ്സീർ കൊണ്ടെല്ലാം വ്യക്തമായതാണ്. ഈ വിശ്വാസം സുന്നികളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് സുന്നികളെ മുശ്രിക്കാക്കുന്നത് വല്ലാത്ത അത്ഭുതം തന്നെയാണ്. ബഷീർ സലഫി അതിന് മറുപടി പറയുമെന്ന വിശ്വാസത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇനി എന്ത് മറുപടിയാണ് സാഹിബെ പറയേണ്ടത്? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ. മക്കയിലെ മുശ്രിക്കീങ്ങൾ അവരുടെ ആരാധ്യന്മാർക്ക് സ്വയം പര്യാപ്തമായ കഴിവും അറിവും ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല. ഉണ്ട്, നിങ്ങളെ തെളിയിക്കുക. അതിപ്പോൾ തുടങ്ങി നമ്മൾ ചർച്ച. മക്കയിലെ മുശ്രിക്കീങ്ങൾ അവരുടെ വിഗ്രഹങ്ങൾക്ക്, ആരാധ്യ വസ്തുക്കൾക്ക് സ്വയം കഴിവുണ്ട് എന്നോ സ്വന്തം നിലക്ക് ഉപദ്രവങ്ങൾ ചെയ്യാൻ കഴിയുമെന്നോ വിശ്വസിച്ചിട്ടില്ല. പിന്നെ എന്താ വിശ്വസിച്ചത്? അള്ളാഹുവിന് പങ്കാളികളായിട്ട് അവർ ആരോപിച്ചവരായ ആളുകൾ അള്ളാഹുവിന്റെ അധീനതയിലുള്ളതാണ് എന്നാണ് അവർ വിശ്വസിച്ചത്. അള്ളാഹിന്റെ അധീനതയിലുള്ളതാണ്. ഇല്ലാ ശരീക്കൻ ഹുവ ലക്, ഒരു തരം പങ്കുകാരല്ലാതെ നിനക്കില്ല. ഹുവ, ആ പങ്കാളിയാട്ടെ, ലക്ക, നിനക്കുള്ളതാണ്. വമാ മലക്ക, അവനൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവൻ ഉടമപ്പെടുത്തിയോ നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉടമാവകാശത്തിലോ അവരുടെ അധികാര പരിധിയിലോ ഒന്നുമില്ല, എല്ലാം നിന്റെ പരിധിയിലുള്ളതാണ് എന്നാണ് അവർ വിശ്വസിച്ചത്. പിന്നെ ഇബ്നു കസീർ നേരത്തെ ഞാൻ വായിച്ചു, ഈ ലോകം നിയന്ത്രിക്കുന്നത്, സകല ചരാചരങ്ങൾക്കും സംരക്ഷണം കൊടുക്കുന്നത്, മഴ വർഷിപ്പിക്കുന്നത്, ഈ പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം അള്ളയാണെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തോടു കൂടി തന്നെയാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണ്? ഔലായി സഫായന എന്തല്ല, അള്ളാഹിന്റെ സഫായത്ത് തരാൻ വേണ്ടിയിട്ടാണ്, സഫായത്ത് വാങ്ങി തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അള്ളാഹിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇത്ര ലളിതമായ ഒരു കാര്യമല്ലേ? ഇനി അപ്പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വ്യത്യാസം? നിങ്ങൾ പറയും, നിങ്ങൾക്കുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാത്തത്. നിങ്ങളിപ്പോൾ ശഫായത്ത് ചോദിക്കണില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശഫായത്ത് ചോദിക്കണം, കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ചോദിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് ശഫായത്തുണ്ട്, ശഫായത്ത് നമുക്ക് തരാനും പറ്റും എന്ന് വിശ്വസിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? അല്ല, ശഫായത്തും തരാനും കഴിയില്ല, വെറുതെ ചോദിക്കാന്നാ അഭിപ്രായം. എന്തിനാ നിങ്ങൾ ശഫായത്ത് ചോദിക്കുന്നത്? മഹാന്മാർക്കൊക്കെ ശഫായത്തുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഉണ്ട് എന്ന് വിശ്വാസം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നത്. അതേ വിശ്വാസം തന്നെ മറ്റവർക്കുള്ളൂന്ന്. നിങ്ങൾക്ക് ഇല്ലാത്തൊരു വിശ്വാസം അവർക്കുണ്ട്, നിങ്ങൾ എങ്ങനെ പറയുന്നത്? അപ്പോൾ നമ്മുടെ ബഷീർ സലഫി
പറഞ്ഞല്ലോ. മക്കാ മുശ്രിക്കീങ്ങൾക്കുള്ള വിശ്വാസം എല്ലാത്തിനും അള്ളാഹു ആണ് എന്ന് വിശ്വാസമുണ്ടായിരുന്നു എന്നാണ് മക്കാ മുശ്രിക്കീങ്ങൾക്ക് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അത് എവിടെയാണ് അതാ പറഞ്ഞതെന്ന് പറഞ്ഞാണ്. പിന്നെ ശരീക്ക് പങ്കുകാരെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അള്ളാഹുവിനോട് സമന്മാരെന്നല്ലേ, കൂറായവർ. പങ്കുകാരാവുമ്പം ചിലപ്പം ഫുള്ള് ഷെയറുള്ള ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പകുതി ഉണ്ടാവും, അല്ലെങ്കിൽ കാൽഭാഗം ഉണ്ടാവും. എന്തായാലും ശരീക്ക് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സിഫാത്തിൽ എന്തുണ്ടാവും? പങ്കു ചേർക്കലാവും. ഇതാണ് അവർക്ക് അള്ളാഹുവിനക്ക് അവർ പങ്കുകാരെ ആക്കി. എന്താണ്? അവര് ഉപദ്രവം ചെയ്യും എന്നുള്ള വിശ്വാസക്കാരായിരുന്നു മക്കാ മുശ്രിക്കീങ്ങൾ എന്നുള്ള ഖുർആൻ കൊണ്ട് തഫ്സീർ കൊണ്ട് വ്യക്തമായതാണ്. പിന്നെ ഈ വിശ്വാസവും നമ്മുടെ സുന്നികളുടെ വിശ്വാസവും തമ്മിൽ ഒരേ അളവിൽ തൂക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സലഫി വ്യക്തമാക്കണം. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ഇന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കാന്നുള്ളതല്ലാതെ ഞാൻ പറഞ്ഞ വോയിസ് ഒന്നും നിങ്ങൾക്കും കേൾക്കുന്നില്ലേ? മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മേലക്ഷങ്ങൾ സൂറത്ത് യൂനിസിലെ 31-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞു. ഞാൻ ഇട്ടല്ല മോള് എന്താ നിങ്ങൾ കാണാത്തത്? അവരോട് ചോദിക്കുക. എന്താ പറയണ്ടേ? കുൽ നബിയെ ചോദിച്ചു നോക്കുക. മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് തരുന്നത് ആരാണ്? ഓരോ ഉത്തരം എന്താണ്? ലാത്ത ഉസ്സ മനാത്ത എന്നല്ല, ഇസ്മായിൽ നബി ഇബ്രാഹിം നബി എന്നല്ല. പിന്നെ രണ്ടാമത്തെ ചോദ്യം, അമ്മൻ യംലികു സമഅ വൽ അബ്സാറ, പിന്നെ കാഴ്ചയും കേൾവിയും ഉടമപ്പെടുത്തിയവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അവർ ഉത്തരം ലാത്ത ഉസ്സ മനാത്ത ഉസൈർ നബി ഈസാ നബി എന്നല്ല. പിന്നെ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വ യുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി, ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്നും ജീവനെയും കൊണ്ടുവരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ലാത്ത ഉസ്സ മനാത്ത എന്നല്ല ഉത്തരം. വമൻ യുദബ്ബിറുൽ അംറ, ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പിന്നെ മടവൂരിൽ മറപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ എന്നല്ല ഉത്തരം. മക്കയിലെ മുശ്രിക്കീങ്ങളോടൊക്കെ ചോദിച്ചപ്പോൾ എന്താ ഉത്തരം? സയഖൂലൂനല്ലാഹ, അള്ളാഹു ആണ്, അള്ളാഹുവിനുള്ളതാണ്, അള്ളയാണ് അതൊക്കെ ചെയ്യണതെന്ന്, അള്ളാഹ്ക്ക് ഒരു പങ്കുമില്ല. എന്നിട്ട് എന്തെങ്കിലും സൂക്ഷിക്കാത്ത ശ്രദ്ധിക്കാത്ത അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം പിന്നെ ഇബ്നു കസീർ നൽകിയിട്ടുള്ള തഫ്സീറാ ഞാൻ മുകളിൽ തന്നത്. അതിൽ വ്യക്തമായി പറയുന്നത് യഹ്തജു തആല അലൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങൾക്കെതിരെ അല്ലാഹു തആല ഇവിടെ തെളിവ് പറയാണ്. എന്താ തെളിവ്? ബിഇഅ്തിറാഫിഹിം ബിവഹ്ദാനിയതിഹി വറുബൂബിയതിഹി, അള്ളാഹുവിന്റെ ഏകത്വവും അള്ളാഹുവിന്റെ റുബൂബിയത്തും അവർ അംഗീകരിച്ചു എന്നതിനെ തെളിവ് പിടിക്കാണ്. എന്തിന്റെ മേൽ തെളിവ് പിടിക്കാണ്? അലാ വഹ്ദാനിയത്തിൽ ഇലാഹി, ഇലാഹും ഏകൻ തന്നെയാകുന്നു. റാസിക്കും ഖാലിക്കും മാലിക്കും ഒക്കെ അള്ളാഹു ആണ്, അവൻ ഏകനാകുന്നു, അവന്റെ വഹദാനിയത്ത് അംഗീകരിക്കുന്നു എങ്കിൽ ഉലൂഹിയത്ത് അഥവാ പ്രാർത്ഥനക്കും ആരാധനക്കും യോഗ്യനായിട്ടുള്ളവനും അവൻ മാത്രമാകുന്നു എന്നതിന് തെളിവിടിക്കാണ്. മനസ്സിലല്ലേ? അപ്പൊ അവർ അംഗീകരിച്ച കാര്യത്തെക്കുറിച്ച് ഇബ്നു കസീർ പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇതൊക്കെ എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞാൽ സാഹിബേ, അതിന് പുറമെ നമ്മുടെ ഹദീസ് ഉദ്ധരിച്ചത് അവർക്കായിരിക്കും പ്രത്യേകമായ കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇല്ലാ ശരീക്കൻ ഹുവലക്ക്, ചില പങ്കുകാരുണ്ട്, ആ പങ്കുകാരാണ് ഓനും നിനക്കുള്ളതാണ്, നിന്റെ ഉടമാവകാശത്തിലുള്ളതാണ്. പമാ മലക്ക, അവൻ ഉടമപ്പെടുത്തിയോ നിന്റേതാണ്, അവന്റേതായിട്ടൊന്നുമില്ല. ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും അടക്കം അവർ പ്രാർത്ഥിച്ച ആർക്കും പ്രത്യേകിച്ച് ഒന്നുമില്ല. നീ കൊടുത്തത് തന്നെ ഉള്ളൂന്ന്, നീ കൊടുക്കാത്തൊരു കഴിവുമാർക്കില്ല. നീ കൊടുത്ത കഴിവിൽ നിന്ന് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യും? നിന്റെ അടുക്കൽ മഹത്വമുള്ളവരായതുകൊണ്ട് ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ അള്ളാഹു നിന്നിലേക്ക് അടുപ്പിക്കും. ഇതേപോലെ വിശ്വസിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾ വിശ്വസിക്കുന്ന അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ പിന്നെ അമ്പിയാക്കന്മാരോ വലിയക്കന്മാരോ ശഫാഅത്ത് ചോദിക്കുന്നത് കിട്ടൂലെന്ന് വിചാരിച്ചിട്ടാ, അവർക്ക് കഴിവില്ലാന്ന് വിചാരിച്ചിട്ടാ? എന്തെങ്കിലും ഉത്തരം പറയാത്തതിന്? മക്കാ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നാണ് താങ്കൾ പറഞ്ഞത്. അതിന്റെ ഇബാറത്തോടെയാണ് ചോദിച്ചത്. അങ്ങനെ അവർ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ ബിംബങ്ങൾ ഉപകാരം ചെയ്യും ഉപദ്രവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു ഖുർആൻ തഫ്സീറിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് ചോദ്യം കേട്ടിട്ട് മറുപടി പറഞ്ഞു മൗലവി. എവിടെയാണ് അങ്ങനെ ഇബാറത്ത്? അവരുടെ വിശ്വാസം എങ്ങനെയായിരുന്നു? അവർ പറയുന്നത് അള്ളാഹ് എന്ന് പറയും, പക്ഷേ അള്ളാഹ് എന്ന് പറയും. അവരുടെ വിശ്വാസം അള്ളാഹുവിൽ അവർ വിശ്വസിക്കേണ്ടത് പോലെ വിശ്വസിച്ചിരുന്നു എന്ന് എവിടെയാണ് ആ ഇബാറത്ത്? അതാണ് ചോദ്യം. പിന്നെ അവർ തന്നെ എന്താണ് ബിംബങ്ങളെ ആരാധിച്ചിരുന്നത് അവർ ഉപകാരം ചെയ്യും ഉപദ്രവം ചെയ്യും എന്നുള്ള വിശ്വാസക്കാരായിരുന്നു എന്ന തഫ്സീറിലുള്ളത്. എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഏതോ ഒരു മൂലയാര് പറഞ്ഞു വിടുന്ന ഒരു ഏജന്റ് ആണെന്നുള്ളതല്ല, നിങ്ങളെ കയ്യിൽ സാധനം തെളിവില്ല. നിങ്ങൾ അതിൽ പറഞ്ഞെന്താ? മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചു എന്ന് എവിടെയാണ്? ഞാൻ കേട്ടോ, അതാ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ വോയിസിന്റെ താഴെ പിന്നെ ആയത്ത് നോക്കുക. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി, അവരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ആര്? മക്കയിലെ മുശ്രിക്കീങ്ങളാട്ടോ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി, അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഇല്ല വഹും, അവർ ആയിക്കൊണ്ടല്ലാതെ, മുശ്രിക്കൂന മുശ്രിക്കീങ്ങളായിക്കൊണ്ടല്ലാതെ. അപ്പൊ മുശ്രിക്കീങ്ങളായിക്കൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്. അതാണ് മുസ്ലിമീങ്ങളുള്ള വിശ്വാസത്തിന്റെ വ്യത്യാസം. മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഈമാനുണ്ട്. പക്ഷെ ആ ഈമാൻ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഈമാനല്ല. അതുകൊണ്ട് ആ ഈമാൻ ശരിയല്ല. അതിന് ശാഫി മദ്ഹബിലെ വിഖ്യാതനായ പണ്ഡിതനാണ് ഇമാം ബഗവി. അദ്ദേഹം കൊടുത്തുള്ള തഫ്സീർ നോക്കട്ടാ. ഫകാന മിൻ ഈമാനിഹിം, അവരുടെ ഈമാനിൽ പെട്ടതാകുന്നു. ഉണ്ടോ? ഈമാൻ തന്നെ പ്രയോഗിച്ചിട്ടാണ്. ഫകാന മിൻ ഈമാനിഹിം, അവരുടെ ഈമാനിൽ പെട്ടതാണ്. ഇദാ സുയിലു, അവരോട് ചോദിക്കപ്പെട്ടാൽ, അവരോട് ആരെങ്കിലും ചോദിച്ചാൽ, എന്ത് ചോദിച്ചാൽ? മൻ ഖലഖ സമാവാതി വൽ അർള, ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിച്ചത് എന്ന്. ഖാലു അല്ലാഹു, അപ്പൊ അവർ പറയും അല്ലാഹു ആണ്, അല്ലാഹു ആണെന്നുള്ള ഒരു ഈമാനാണ്, ഓലെ ഈമാനിൽപ്പെട്ടതാണ്.
ഫൈദാ ഖീല ലഹും, ഇനി അവരോട് ചോദിച്ചാൽ മൻ യുനസ്സിലുൽ ഖത്റ, ആരാണ് മഴ വർഷിപ്പിച്ചു തരുന്നതെന്ന് ചോദിച്ചാൽ ഖാലു, അവർ പറയും അല്ലാഹ്, അല്ലാഹയാണെന്ന് പറയും. അതെന്താണ്? അവരുടെ ഈമാനിൽപ്പെട്ടതാണ്. സുമ്മ മഅ ദാലിക, എന്നാൽ ആ വിശ്വാസത്തോടു കൂടി തന്നെ യഅ്ബുദൂനൽ അസ്നാമ, അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും വയുശ്രികൂന, പങ്കു ചേർക്കുകയും ചെയ്യുന്നു. കണ്ടോ? അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെ പങ്കു ചേർത്തുകൊണ്ട് ആരാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണെന്ന് പറഞ്ഞത് വമാ യുമിനു അക്തറുഹും ബില്ലാഹി, അവരിൽ അധികം ആളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഇല്ലാവഹും മുശ്രിക്കൂൻ, അവർ മുശ്രിക്കീങ്ങളായിക്കൊണ്ടല്ലാതെ. അപ്പൊ ഈമാനുണ്ട്, എന്നാൽ ഉണ്ടാകേണ്ട ഈമാനാണോ? അല്ല. ഉണ്ടാകേണ്ട ഈമാനാണെങ്കിൽ ഓ മൂമിനാവില്ലേ? മക്കയിലെ മുശ്രിക്കീങ്ങൾ മുശ്രിക്കാണ്, ഓ മൂമിനല്ല, മനസ്സിലായില്ലേ? പക്ഷെ ഓൻ ഈമാനുണ്ട്, ഉണ്ടാകാൻ പാടില്ലാത്ത ഈമാനാണുള്ളത്, ഉണ്ടാകേണ്ടതല്ലാത്ത ഈമാനാണുള്ളത്. ആ പ്രശ്നം അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, തഫ്സീറിൽ പറഞ്ഞിട്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് തഫ്സീർ തൊട്ടായ വായിക്കുന്നത് വാൻ ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസിൽ നിന്ന് തഫ്സീറാണ്. അന്നഹു ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹാ നസലത്ത് ഫീ തൽബിയത്തിൽ മുശ്രിക്കീന മിനൽ അറബി, അറബികളുടെ കൂട്ടത്തിൽപ്പെട്ട മുശ്രിക്കീങ്ങളായ ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ പറഞ്ഞിട്ടുള്ള തെൽബിയത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു ഈ ആയത്ത്. കാനൂ യഖൂലൂന ഫീ തൽബിയതിഹിം, അവരവരുടെ തെൽബിയത്തിൽ പറയാറുണ്ടായിരുന്നു ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളി കേട്ടിതാ ഞങ്ങൾ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരനുമില്ലാത്തവനാണ് റബ്ബേ. ഇല്ലാ ശരീക് ഹുവലക്, ഒരു ശരീക്കുണ്ട്, അവൻ നിന്റേതാണ്. തംലിക്കു, നീയാണ് അവനെ ഉടമപ്പെടുത്തിയത്. വമാ മലക, അവനൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അത്രയും വലിയ വിശ്വാസം അവർക്കുണ്ട്, അള്ളാഹുവിൽ പരമമായ വിശ്വാസമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടത് പോലെ ഒരു വിശ്വസിച്ചിട്ടില്ല. ഇതാ പ്രശ്നം. എന്ന് ചിലർക്ക് ഈമാൻ ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഇമാം ബഗവി പറഞ്ഞെന്താ? അമിൻ ഈമാനിഹിം, അവരുടെ ഈമാനിൽപ്പെട്ടതാണ്. ഇതൊക്കെ നമ്മൾ തെളിവിന്റെ അടിസ്ഥാനത്തിലായി പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇനി അവരുടെ വിഗ്രഹങ്ങൾ, അവർ ആരാധ്യ വസ്തുക്കൾ സ്വയം നിലക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യുമെന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിന്റെ തെളിവാടെ പറയാം, ആയത്തോട് പറയാം. അപ്പൊ ഈ പറഞ്ഞ ആയത്തുകൾക്കും ഈ പറഞ്ഞ ഹദീസിനും എതിരാകുമല്ലോ അത്. നിങ്ങൾ ആയത്ത് പറയും, ഉദ്ധരിക്കും, എന്നിട്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞ ഉദ്ധരി കേൾക്കട്ടെ, ഞാനൊന്ന് കാണട്ടെ. നിങ്ങളെ കയ്യിൽ ഇൽമൊന്നാണല്ലോ മനസ്സിലാക്കുക. നമ്മുടെ ബഷീർ സലഫി വന്നത്. അപ്പൊ മക്ക മുശ്രിക്കീങ്ങൾക്ക് അവരിൽ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നതിന് തെളിവായിട്ട് നമുക്ക് തന്നു. മൗലവി അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ അവർ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ അതാണ് അവരെന്താവും? ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ് അറിയുന്നത്. പിന്നെന്താ? ഇതൊക്കെ പറയുക കൂടെ എന്താവും? അവരെന്താവും? ബിംബത്തിനൊക്കെ ആരാധിക്കും, അവർക്ക് ഈ ബാധത്തെടുക്കുന്നല്ലാതെ. അതുകൊണ്ട് തന്നെ എന്താണ്? അവരുടെ ഈമാൻ പൂർണ്ണമല്ല. അവർ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ പങ്കുകാരെ ചേർക്കലാണ്. അതാണ് പറഞ്ഞത് തഫ്സീറിൽ. എന്താണ്? അവരുടെ വിശ്വാസമായിരുന്നെന്ന് ഈ ബിംബങ്ങൾ ഉപകാരവും ഉപദ്രവവും ചെയ്യുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു മക്ക മുസ്ലിങ്ങൾക്ക്. ഈ വിശ്വാസം എങ്ങനെയാണ് നിങ്ങളുടെ മേൽ കെട്ടിവെക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സയ്യിദ് ഭായി, നിങ്ങളെ നിർത്തിക്കളി, നിങ്ങളെ കാറ്റ് തീർന്നിട്ട് ഇനിയിപ്പോ നിങ്ങളോട് ഞാൻ സംസാരിച്ച് വെറുതെ എന്റെ സമയം കളയാൻ പറ്റില്ല. നിങ്ങൾ ചോദിച്ചതിനൊക്കെ കൃത്യമായ മറുപടി ഇവിടെ തന്നു. ഇനി ഞാൻ ചോദിച്ചതിന് നിങ്ങൾക്ക് ഒരു മറുപടി പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയാം. അതായത് മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചോ എന്ന് ചോദിച്ചാൽ വിശ്വസിച്ചിട്ടുണ്ട്. എന്നാൽ മോമിനീങ്ങൾ വിശ്വസിച്ചമാതിരി വിശ്വസിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. മോമിനീങ്ങൾ വിശ്വസിച്ചമാതിരി അള്ളാഹുവിൽ വിശ്വസിച്ച ഒരു മോമിനല്ലാകുക, ഒരു കാഫർ മുശ്രിക്കുവോ? എന്താണ് സാഹിബ് തലക്ക് വെളിവില്ലാതെ സംസാരിക്കുന്നത്? അവർ മുശ്രിക്കീങ്ങളായത് തന്നെ എന്തുകൊണ്ടാണ്? അള്ളാഹുവിനോട് കൂടി വേറെ അള്ളാഹു അല്ലാത്തവരെയും ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് മുശ്രിക്കായത്. അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല. അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ശിർക്ക് ചെയ്യാൻ പറ്റില്ല. ശിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കാളിത്തം ആരോപിക്കലാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളിലും അവർ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരിൽ ആരാധിക്കുന്നത്. അള്ളാഹിനെ ആരാധിക്കുന്നുണ്ട്, അള്ളാഹിന്റെ സൃഷ്ടികളെ ആരാധിക്കുന്നുണ്ട്. അവരുടെ അള്ളാഹുവിലുള്ള വിശ്വാസം എന്നുള്ള ശരിക്കും ഈമാൻ തന്നെയാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഈമാൻ അല്ല. അതിൽക്ക് തർക്കണ്ട നമുക്ക്. അവർക്ക് ഈമാനുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി, അള്ളാഹുവിൽ അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. എന്തായിട്ടല്ലാതെ? ഇല്ല വഹും, അവരായിക്കൊണ്ടല്ലാതെ. മുശ്രിക്കൂന, മുശ്രിക്കീങ്ങളായിക്കൊണ്ടല്ലാതെ. അപ്പൊ മുശ്രിക്കീങ്ങളായിക്കൊണ്ട് അവർ വിശ്വസിക്കുന്നുണ്ട്. മുശ്രിക്കീങ്ങളായിക്കൊണ്ട് വിശ്വസിച്ചാൽ വിശ്വാസം ശരിയാകും? ഇല്ല. ഇവിടുത്തെ സമസ്തക്കാരൻ ചെയ്യുന്നത് പോലെ തന്നെ സമസ്തക്കാരൻ അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വലിക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന അർപ്പിക്കുന്നു. ലോകം നിയന്ത്രിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ മടവൂർ ശേഖാന്ന് പറയുന്നുണ്ട്. അതോടുകൂടി പോയി കാര്യം. അതാണ് നിങ്ങളെ മുല്ല താരതമ്യം. ഇതൊക്കെ ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ മാത്രമായി. പിന്നെ അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ എവിടെന്ന് വിളിച്ചാലും, എപ്പം വിളിച്ചാലും, ആര് വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും, ഏത് ഭാഷയിൽ വിളിച്ചാലും, എത്ര ആയിരം കോടി ആൾക്കാർ ഒരുമിച്ച് വിളിച്ചാലും ഒക്കെ കേൾക്കും. മൊയ്തീൻ ശൈഖ് കേൾക്കും, അമ്പിയാക്കന്മാർ കേൾക്കും, ഔലിയാക്കന്മാർ കേൾക്കും എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അള്ളാഹുവിന്റെ അതേ സ്ഥാനത്ത് ഔലിയാക്കന്മാരെ വെക്കല. അതോടുകൂടി പക്ക മുശ്രിക്കീങ്ങളായി. മനസ്സിലായില്ലേ? പക്ക ശിർക്കായി. അത് അതിനപ്പുറം ഒരു ശിർക്ക് ഇല്ല. മക്കയിലെ മുശ്രിക്കീങ്ങൾ ചെയ്തതിനേക്കാൾ കൂടിയ ശിർക്കാണുണ്ട്. നിങ്ങൾക്ക് സൗകര്യങ്ങൾ മനസ്സിലാക്കിക്കോന്ന്. നിങ്ങൾ നന്നാക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഇത് പറഞ്ഞുതരാൻ ബാധ്യത നമുക്കുണ്ട്. അത് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ പിന്നെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല. നിങ്ങൾ നിങ്ങളുടെ ഹിതം പോലെ എന്താ വെച്ചാൽ ചെയ്യുക. ഇനി ദയവായി നിങ്ങൾ സംസാരിക്കേണ്ടതല്ല. ഇനി നിങ്ങൾ സംസാരിക്കും വോയിസ് ഇട്ടാണെങ്കിൽ എന്തുവാണെന്നറിയാം? മക്കയിലെ മുശ്രിക്കീങ്ങൾ അവരുടെ ആരാധ്യന്മാർക്ക് സ്വയം പര്യാപ്തമായ കഴിവുണ്ടായിരുന്നു എന്നുള്ള നിങ്ങൾ തെളിവ് ഉദ്ധരിക്കണം. എന്താ നിങ്ങളെ തെളിവ് ഉദ്ധരിക്കുക. അല്ലാതെ നിങ്ങളോട് സംസാരിക്കാനല്ല. വെറുതെ എത്ര വോയിസ് എനിക്ക് ആവശ്യമില്ലാതെ ആർക്കെങ്കിലും ഗുണം ചെയ്യാൻ ആളുകളായിക്കോട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ബഷീർ സലഫി വാചാലനായിക്കൊണ്ട് തന്നെ പറയാണ്, നമുക്ക് തെളിവ് എവിടെയാണ് ചോദിച്ചതിന് തെളിവോടെ അവർ നിങ്ങളെപ്പോലെ മക്കാ മുശ്രിക്കുകളും വിശ്വസിച്ചവരായിരുന്നു എന്നൊക്കെയാണ് ഇപ്പം മൗലവി തട്ടിവിട്ടത്. എന്നാൽ ഈ ഉദ്ധരി നോക്ക് മൗലവി, അവരുടെ വിശ്വാസത്തെ പറ്റിയാണ് ഈ ഉദ്ധരണി പറഞ്ഞത്. വമായുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ എന്നതിൽ തഫ്സീർ സമാനിൽ പറഞ്ഞാണ്. അവരുടെ വിശ്വാസം എന്താണ്? അവർ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിച്ചില്ല. അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള വിശ്വാസം, യഥാർത്ഥ വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇതിലും വലിയ തെളിവ് എന്താ വേണ്ടത്? വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ആണ് വേണ്ടത്. ആ വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നില്ല. അവരുടെ ഹൃദയത്തിൽ എന്തായിരുന്നില്ല? വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താണ്? ഈമാനും ശിർക്കും കൂടി എങ്ങനെയാണ് ഒരുമിച്ച് കൂടുക? അതിന് മറുപടിയായിട്ടാണ് പറഞ്ഞത്. ഹഖീഖത്തൻ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട പ്രകാരം അവർ മക്കാ മുശ്രിക്കീങ്ങൾ എന്തായിട്ടില്ല, വിശ്വസിച്ചിരുന്നില്ല. അവർ തന്നെ എന്തായാലും മലായിക്കത്തുകൾ അള്ളാഹിന്റെ പെമ്മക്കളാണ് എന്നൊക്കെ വിശ്വസിച്ചാണ്. അതൊക്കെ എങ്ങനെയാണ് യഥാർത്ഥ വിശ്വാസമാവുക? ഇത് തന്നെ കണ്ടാൽ പോരെ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം പഴച്ചതാണെന്നുള്ളത്. സുന്നികൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? ഹൃദയത്തിൽ വേറെയും പുറത്തു വേറെയും എല്ലാവരുടെ ഹൃദയത്തിലുള്ള വിശ്വാസം അള്ളാഹുവാണ് എല്ലാ കഴിവിന്റെയും ഉടമ. അള്ളാഹുവിൽ നിന്നല്ലാതെ നമ്മൾക്കാർക്കും ഒരു ശക്തിയുമില്ല എന്നുള്ള വിശ്വാസമാണ്. ഇപ്പോൾ മനസ്സിലായ മൗലവി വലിയ വായിൽ പറഞ്ഞതാണ് തെളിവ്. ഈ ഉദ്ധരണി ഒന്ന് വായിച്ച് പഠിക്കാൻ നോക്കൂ മൗലവി. ഈ പറയപ്പെട്ട തഫ്സീറുകളിലൊക്കെ അവരുടെ വിശ്വാസം, മുശ്രിക്കീങ്ങളുടെ വിശ്വാസം എന്തായിരുന്നെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അറബി അറിയുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചാൽ സുന്നികളും മക്കാ മുശ്രിക്കീങ്ങളും ഒരേ വിശ്വാസക്കാരായിരുന്നു എന്ന് നിങ്ങളുടെ വാദം പൊളിഞ്ഞ് പാളിസായി പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സയ്യിദ് ഭായി, നിങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട്. എന്ത്? മക്കയിലെ മുശ്രിക്കീങ്ങളൊന്നും അല്ല ഞങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങൾ തന്നെയാണ്. അവർ ചെയ്യുന്നത് പോലൊന്നും ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നത് ശരിയായ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞു കിട്ടണം, ആയി കിട്ടണം ഞങ്ങളെ മോഹം. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഒരു രക്ഷയില്ല. മക്കയിലെ മുശ്രിക്കീങ്ങൾ അവരുടെ ആരാധ്യന്മാരെ കുറിച്ച് എന്ത് വിശ്വസിച്ചുവോ അതിനേക്കാളും ഭയങ്കരമായ ഗുരുതരമായ വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്. അവരെത്ര വിശ്വസിച്ചിട്ടുള്ളൂ? ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല. അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൂടുതൽ ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവരെ മധ്യവർത്തികളായി പ്രാർത്ഥിക്കുന്നത്. പിന്നെയോ ഇവർ അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് ശഫാഅത്ത് ചെയ്യുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത്രയുള്ള പോലെ വിശ്വാസം. അല്ലാണ്ട് ഒരു സമാധാനമെന്നോ ഈ പറയുന്ന ആരാധ്യ വസ്തുക്കൾ അള്ളാഹുവിന് പുറമെ അള്ളാഹുവിനെ പോലെ തന്നെ കഴിവുള്ളവരാണെന്നോ ഒന്നും വിശ്വസിച്ചിട്ടില്ല. സ്വയം പര്യാപ്തമായ കഴിവുള്ളവരാണെന്ന് വിശ്വസിച്ചില്ല. അങ്ങനെ ഒന്നും വിശ്വാസം അവർക്കില്ല. എന്നാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആ വിശ്വാസങ്ങളൊക്കെ ഉണ്ടെന്നതാണ്. മക്കയിലെ മുശ്രിക്കീങ്ങൾ അവരുടെ ആരാധ്യന്മാർക്ക് കൊടുക്കാത്ത വിശ്വാസങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കൾക്ക് വെച്ച് കൊടുക്കുന്നു. മൊയ്തീൻ ശൈഖിനെ പറ്റി നിങ്ങൾ എന്താ വിശ്വാസം? മൊയ്തീൻ ശൈഖ് പിന്നെ എത്രയാണ്? 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടിൽ മരിച്ചുപോയ ആളാണ്. ആ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോടാനുകോടി മനുഷ്യന്മാർ യാ ശൈഖ് മുഹീദ്ദീൻ അഗീസ്നി എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ കോടാനുകോടി ഭാഷയിൽ കോടാനുകോടി മനുഷ്യന്മാർ ഒരേ സ്വരത്തിൽ ഇങ്ങനെ വിളിച്ചാൽ എല്ലാ വിളിയും കേൾക്കാനും ഉത്തരം ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നവനാണ് മൊയ്തീൻ ശൈഖ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചില്ല. ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നവനാണ് മൊയ്തീൻ ശൈഖ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളെ വിശ്വാസമാണോ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസമാണോ ഏറ്റവും മോശപ്പെട്ട വിശ്വാസം? സ്വയം പര്യാപ്തമായ കഴിവില്ലാന്ന് ആണ്, പിന്നെ ഇല്ലാന്ന നിലക്കാണ് നിങ്ങൾ വിളിക്കണമെങ്കിൽ ഇത് പിന്നെ എന്ത്? ഈ കഴിവ് ഇത് ഏത് കഴിവാണ്? കോടാനുകോടി മനുഷ്യന്മാർ ഒരേ സ്വരത്തിൽ പല ഭാഷകൾ വിളിക്കുന്നതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കി അവർക്കൊക്കെ ഉത്തരം ചെയ്യാൻ കഴിയാന്നുള്ള കഴിവ് മൊയ്തീൻ ശൈഖിനുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ആ കഴിവ് എന്ത് കഴിവാണ്? അത് സാധാരണ മനുഷ്യന്റെ ഒരു കഴിവാണോ അത്? അതോ അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവോ? അള്ളാഹുവിന് മാത്രമുള്ള ഒരു കഴിവ് അൽ അലീം അൽ ഖദീർ എന്നൊക്കെ പറയുന്ന കഴിവ്, അസ്സമീഅ് അൽ ബസീർ എന്നൊക്കെ പറയുന്ന കഴിവ്, എല്ലാം കേൾക്കുക, എല്ലാം അറിയുക, എല്ലാം മനസ്സിലാക്കുക എന്നൊക്കെയുള്ള അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കാൻ പറ്റുന്ന അള്ളാഹുവിന്റെ മാത്രം സിഫത്ത് നിങ്ങൾ ശൈഖന്മാർക്കും ഔലിയാക്കന്മാർക്കും ഓച്ചിറ കുപ്പസ്വാമിക്കും മുഹമ്മദ് അടഞ്ഞ ബീവിക്കും ഒക്കെ നിങ്ങൾ കൊടുക്കുന്നു. മക്കയിലെ മുശ്രിക്കീങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. മക്കയിലെ മുശ്രിക്കീങ്ങൾ പിന്നെ എന്താ പറഞ്ഞത്? ഇമാം റാസി എന്താ പറഞ്ഞത്? ഇന്നഹും ബളവു ഹാദിഹിൽ അസ്നാമ അലാ സുബരി അംബിയായിഹിം വാകാബിരിഹിം. അവർ അവരുടെ വിഗ്രഹങ്ങളെ സ്ഥാപിച്ചിരിക്കുന്നത് അവരുടെ അമ്പിയാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും രൂപത്തിലാണ്. ഓലെ കുപ്പസ്വാമിയെ പോലെ കുപ്പയിൽ ജീവിച്ച് മുട്ട മുറിക്കാതെ ജീവിച്ചു പോയൊരു ചങ്ങായി അജാതി ഹംകളൊന്നും പ്രാർത്ഥിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടില്ല. മനസ്സിലായി നിങ്ങൾക്ക്? ഓലെ മക്കയിലെ മുശ്രിക്കുന്ന അന്തസ്സുള്ള ആലിമീങ്ങളെ മഹാന്മാരെയാണ് ഇബ്രാഹിം നബി, ഇസ്മായിൽ നബിയൊക്കെ അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ ഉണ്ടാക്കി വെച്ച വിഗ്രഹം ആരുതാ നിങ്ങൾക്കറിയാം? ഏതോ പട്ടിയോ പൂച്ചയോ ചത്ത് കിടന്നാൽ അതിന്റെ മുകളിലൊക്കെ ജാറം കെട്ടിയിട്ട് അവിടെയൊക്കെ പിരിവ് നടത്തുന്ന ആൾക്കാരല്ല നിങ്ങൾ. നിങ്ങളെക്കാൾ എത്രയോ ബെറ്ററാണ് അവർ. മനസ്സിലേ? ഒരു എടുത്തൊക്കെ വെക്കാൻ നിങ്ങളെ പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് വരുത്തി തീർക്കലാണ് ഇപ്പൊ നിങ്ങളുടെ ഉദ്ദേശം. എന്ത് ചെയ്യാനാണ്? നിങ്ങളെ കയ്യിലിട്ട് വളരെ മോശമാണ്. അതേപോലെ തന്നെ ലോകം പഠിച്ചതാരാന്ന് ചോദിച്ചാൽ അമ്പിയാക്കന്മാരാണ് ഔലിയാക്കന്മാരാണ് മക്കയിലെ മുശ്രിക്കുകൾ പറയോ? ഇല്ല, അള്ളാഹ് മാത്രമാണെന്ന് പറയാം. നിങ്ങൾ പറയണം എന്താ? കുത്തുബുൽ അഖ്താബുകളിൽ ഇതാണ്. ഓരോ കാലത്ത് ഓരോ കുത്തുബുൽ അഖ്താബാണ് നിയന്ത്രിച്ചു കൊടുക്കുന്നത്. സൂഫി വിശ്വാസമാണ്. അത് ആരാണെന്ന് നിങ്ങളാണ് തീരുമാനിക്കുക. മടവൂർ ഔലിയാണ് നിയന്ത്രിക്കണമെന്ന് അപ്പൊ പറയണേ. മൂപ്പർക്ക് ഏത് കാലത്താണ് ഈ അധികാരം കിട്ടിയെന്നറിയില്ല, ഏത് കാലം മുതലാണ് മൂപ്പർക്ക് കിട്ടിയെന്നറിയില്ല. അപ്പൊ ഇത്രയും ദുർബലമായ ദൂഷിച്ച വിശ്വാസങ്ങൾ പേറുന്ന നിങ്ങളെ മക്കാ മുശ്രിക്കുകൾ എടുത്തു വെക്കാൻ പറ്റില്ല. അത്രക്ക് മോശമാണ് നിങ്ങളുടെ അവസ്ഥ. എന്നാൽ നിങ്ങളെല്ലാരെയും ഞാൻ പറയട്ടോ, ഇത്തരം തോന്നിവാസങ്ങളെ ന്യായീകരിക്കുന്നവരായ മുസ്ലിയാക്കന്മാരെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ നിങ്ങളെ അണികളെ കൂട്ടത്തിൽ ഒരു 80% ഇത്തരം തമ്മാടിത്തങ്ങളെ അംഗീകരിക്കാത്തവരാണ്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പണി
പറഞ്ഞിരിക്കുന്നത്. ഈ 80% പരിപൂർണ്ണമായി തൗഹീദിലെത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. 20% നന്നാക്കാൻ കഴിയില്ലാന്ന് ഞങ്ങൾക്കും അറിയാം. നൂഹ് നബി പറഞ്ഞില്ലേ, ഇന്നഹും ലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാണല്ലേ. പോലെ നിർത്തിയിട്ട് കാര്യമില്ല. അവർ ഫാജിറും കഫാറും മാത്രമേ ജനിപ്പിക്കൂ. അങ്ങനെയാണ് അവരെ നശിപ്പിച്ച്. അതേപോലെ ഒരു 20% ആൾക്കാർ തീരെ നന്നാ 80% നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ്. ആ കൂട്ടത്തിൽ നിങ്ങൾ പെടുകയാണ് പെട്ടോ. അതാണ് ഞങ്ങൾക്കൊന്നും പറയാനില്ല കേട്ടാ. പിന്നെ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി. നിങ്ങൾ കൊണ്ടുവന്ന ഉദ്ധരണിയിൽ എന്താ പറയണത്? നിങ്ങൾ പാർത്ത കൊണ്ടുവന്നത് സമാനി അബുൽ മുളഫർ തഫ്സീർ സമാനി എന്നാ കാണുന്നത്. അതിൽ പറയുന്ന സംഗതി എന്താ? അമായുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് മുശ്രിക്കായിക്കൊണ്ടാണ്. അപ്പൊ വിശ്വാസമുണ്ട്, വിശ്വാസത്തോട് കുറിച്ച് ശിർക്കുണ്ട്. എന്നാ ഖുർആനിൽ പറഞ്ഞു വൈൻ കീല, അവരോട് ചോദിക്കപ്പെട്ടാൽ കൈഫ യജൂസു ഇജ്തിമാഉൽ ഈമാനി മഅ ശിർക്കി ഫിൽ വാഹിദി, എങ്ങനെയാണ് സമ്മേളിക്കുക? കൈഫ യജൂസുൽ ഇജ്തിമാഉ അൽ ഈമാനു ഇജ്തിമാഉൽ ഈമാനി മഅൽ ശിർക്കി, ശിർക്കിനോട് കൂടി എങ്ങനെ ഈമാൻ ഒരുമിച്ച് കൂടാ എന്ന് ചോദിച്ചാൽ ഫിൽ വാഹിദി, ഏകനായ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുകയും അതോടുകൂടി ഈമാനും കൂടി എങ്ങനെ യോജിക്കുക? ഖുർആൻ എങ്ങനെ പറഞ്ഞത്? അമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കുന, ശിരിക്കായി കൊണ്ടല്ലാതെ അവർക്ക് ഈമാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഈമാനും ശിർക്കും കൂടി എങ്ങനെ ഒരാളിൽ ഏകനായ അള്ളാഹുവിൽ യോജിക്കും എന്നാണ് ചോദ്യം. വൽ ജവാബ്, അതിനുള്ള ഉത്തരം എന്താ അറിയോ? മിൻ വുജൂഹിൻ, ഒരുപാട് മാർഗത്തിലൂടെ ഉത്തരം പറയും. ആഹദുഹുമാ, അതിലൊന്ന് അന്ന മഅനാഹു, അതിന്റെ അർത്ഥം എന്താ? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി എന്ന് പറഞ്ഞാൽ ഐ വമാ യുഖിറു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂന ബി ഖുലൂബിഹിം വദമായിരിഹിം. വമാ യുഖിറു അക്സറുഹും ബില്ലാഹി, അവരിൽ അധിക പേരും അള്ളാഹുവിനെ അംഗീകരിക്കുന്നില്ല. വമാ യുഖിറു അക്സറുഹും ബില്ലാഹി ഇല്ലാവഹും മുശ്രിക്കൂന, അവരിലധികം പേരും മുശ്രിക്കീങ്ങളായിക്കൊണ്ടല്ലാതെ അള്ളാഹനെ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? ബി ഖുലൂബിഹിം, അവരുടെ കൽബ് കൊണ്ട്, വളമായിരിഹിം, അവരുടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും മുശ്രിക്കായിക്കൊണ്ടല്ലാതെ അവർ അധിക പേരും അള്ളാഹനെ ആരാധിക്കുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കുന്നില്ല. ഇതിൽ പേടാ ഞങ്ങൾക്ക് തെളിവ്? അത് ഞങ്ങൾക്കല്ല തെളിവ്. വിശ്വാസം ഉണ്ട്. മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെന്ന് മാത്രമല്ല വഹദാനിയത്തുണ്ട്. ഇബ്നു കസീർ പറഞ്ഞില്ലേ, അവർ അള്ളാഹുവിന്റെ വഹദാനിയത്ത്, ഏകത്വത്തെ അംഗീകരിച്ചിട്ടുണ്ട് ഒരു വശത്തിൽ, എന്നാൽ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിന്റെ ഏകത്വം അവർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടല്ലേ കാഫറായത്, അതുകൊണ്ടല്ലേ മുശ്രിക്കായത്, അതുകൊണ്ടല്ലേ ഒരു മുഅ്മിൻ ആകാത്തത്. അപ്പോ നിങ്ങൾ ഇതിനാണ് തെളിവ് പറയേണ്ടത്. നിങ്ങൾ കൊണ്ടുവന്ന ഉദ്ധരണിയിൽ ഒന്നും അതില്ല. ഏതോ മൂല്യമാർ അതൊന്നും കൊണ്ട് തട്ടു, അതും കൂടെ കൊണ്ടുപോയി തട്ടുക, കുപ്പത്തൊട്ടി. അത് നിങ്ങൾ തോണിയൊക്കെ തട്ടാൻ പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ട് ആ മാറി വിക്രി ഒന്നും ഇവിടെ നടക്കും. നിങ്ങൾ ഈ കയ്യിൽ ഈലുമുണ്ടോ? ഈലുമുള്ള മൂല്യമാർ ഈലുമുമായിട്ട് വരി, എന്നിട്ട് നമുക്ക് ഏറ്റുമുട്ടി നോക്കാം കേട്ടോ. അല്ലാണ്ട് ഈ ചപ്പടാച്ച വർത്താനങ്ങളൊന്നും പറയണ്ട. പിന്നെ എന്റെ ചോദ്യം അവിടെ കിടക്കുകയാണ്. മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് അവരുടെ ആരാധ്യന്മാരിൽ സ്വയം പര്യാപ്തമായ കഴിവുണ്ട് എന്നവർ വിശ്വസിച്ചു എന്നതിന് എന്താ രേഖ എന്ന് ചോദിച്ചിട്ട് ഇതുവരെ നിങ്ങൾ തന്നിട്ടില്ല. നിങ്ങൾ ഈ തന്നൊന്നും അതിന് രേഖയുമല്ല.